ഹേയ് ഗൈസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊല്ലത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല, ചേട്ടൻ്റെ പാർട്ടിക്ക് ഒട്ടും സുഖമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പാർട്ടിയെ കാണാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഇങ്ങനെ പെട്ടെന്നായിട്ട് പോവേണ്ടി വന്നതാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്കുട്ടനാണെങ്കിൽ ട്രെയിനിലൊക്കെ കയറുന്നതിൻ്റെ സന്തോഷത്തിൽ എല്ലാം അവിടുത്തെ ആൾക്കാരെ കണ്ട് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. ചേട്ടൻ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? കൊല്ലത്തേക്ക് പോകുന്നു. നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു? അങ്ങനെ ട്രെയിൻ വരുന്ന നോക്കി അവിടെ റെയിൽവേ സ്റ്റേഷൻ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. 10:30 വരുമെന്ന് പറഞ്ഞ ട്രെയിൻ 11 മണി എത്തും കേട്ടോ. അതിൻ്റെ ഇടയിൽ ആദ്യക്കുട്ടൻ അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു പിടിച്ചൊക്കെ ഇട്ട് ഗൈസ്. ഓൾറെഡി തിളയിരിപ്പുണ്ടായിരുന്നു, നമ്മളെ ഇളകിട്ടെന്ന് പറയില്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം കേട്ടോ. നമ്മൾ കൊല്ലത്തോട്ട് പോകുമ്പോൾ നമ്മൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. വേറെ ട്രെയിനൊക്കെ ഇങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. കാണാനൊക്കെ ഒന്ന് ഭംഗിയില്ലേ കാണാൻ തന്നെ. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാമല്ലോ. എന്നെ മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ കൂടി പ്രവീണയുടെ സമ്മതി. ഉറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴത്തെ ഉടനെ ക്യാമറ തൂക്കി പിടിച്ച് വന്ന് ഗൈസ്. പിന്നെ ഞാൻ അവിടുത്തെ കുറച്ച് പോസൊക്കെ ചെയ്ത് പിന്നെ ATM തപ്പിയുള്ള യാത്രയിലാണ് കേട്ടോ. ഒരിടത്ത് പോലും ATM ഇല്ല. ATM ഉണ്ട്, ഒരിടത്തും പൈസ ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഓട്ടോയിലൊന്നും ഗൂഗിൾ പേ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം കടപ്പാക്കടയാണ് കേട്ടോ വീട്. ഉളിയാക്കോവിൽ കടപ്പാക്കട അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ചേട്ടനെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാവും, കാരണം ഞാനിവിടെ എനിക്ക് അറിഞ്ഞൂടല്ലോ. എനിക്ക് തിരുവനന്തപുരത്ത് പോലും ഒട്ടുമിക്ക സ്ഥലം പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ചൊക്കെ ചുറ്റി എനിക്ക് വഴി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് എത്തി. അവിടെ പോയോണ്ടേ പാട്ടിയൊക്കെ കണ്ട് കാട്ടിയെടുത്ത് കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളേറെ കഴിക്കാനായിട്ട്. ഇതാണ് ചേട്ടൻ്റെ ചിത്തി കേട്ടോ. അതാണ് അമ്മയുടെ സഹോദരിയാണ് ഇത്. അങ്ങനെ ചിത്തി എന്തൊക്കെ എല്ലാം മര്യാദയ്ക്ക് എടുത്ത് കഴിച്ചോളെന്ന് പറഞ്ഞ് നമ്മളെ വഴക്ക് പറയും. അപ്പോൾ നമ്മൾ ക്യാമറ ഓണാക്കി കഴിയുമ്പോൾ ചിരി കൊടുക്കുമെന്ന് പറഞ്ഞ് ചിരിച്ചതാണ് കേട്ടോ. നല്ല കപ്പയും പൊരിച്ച മീനും അച്ചാറും സാമ്പാറും മീൻകറിയും പപ്പടവും മോരുകറിയും പുളിശ്ശേരി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ളൊരു ഊണ് തന്നെയായിരുന്നു കേട്ടോ. മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് തിന്ന് ഗൈസ്. എൻ്റെ കാര്യം പിന്നെ പറയണല്ലോ, ഊണ് കണ്ടല്ലോ അപ്പം ഞാൻ വീഴും കേട്ടോ അവിടെ. അപ്പം അടിപൊളി ഊണ് തന്നെയായിരുന്നു കേട്ടോ അവിടെ നീട്ടിയത്. ഗൈസ്, ഇപ്പൊ നമ്മള് പാട്ടി കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. പാട്ടി കാണിക്കാൻ പോലെ പാട്ടി ഭയങ്കര വയ്യാതെ നടക്കുകയാണ്. ഇത് അത്ത. എനിക്ക് അത്താച്ചാണ് ചിത്തി. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹായ് പറ. അങ്ങനെ വൈകുന്നേരം ചായ കുടിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചില്ലാവേണ് കേട്ടോ ഗൈസ്. ഒരു വീട്ടിലാണോ താമസം? പിന്നെ ഈ കാണുന്ന തുണികളൊക്കെ അവർ ഇടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള തുണികളൊന്നും അല്ല കേട്ടോ. അവർ ചെറിയ രീതിയിൽ തന്നെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആയിട്ടേ ഉള്ളൂ. അപ്പം നല്ല നല്ല തുണികളൊക്കെ ഉണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. ഇവർ മൂന്നുപേരും ചേട്ടൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി, ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. അവർ സ്റ്റോക്കെല്ലാം അടുക്കി പറക്കുന്ന തിരക്കിലാണ് കേട്ടോ. വെപ്രാളത്തിൽ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു പോസൊക്കെ ഇട്ടൊന്ന് അടുക്കി പറക്കി വെക്കാൻ വേണ്ട. ആ ചേച്ചി പറക്കി വെക്കുകയാണ് കേട്ടോ. അയ്യോ, വൻ കോമഡിയൊക്കെ ആയിരുന്നു കേസ്. പിന്നെ മഴയുടെ കാര്യമൊന്നും പറയാൻ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു കേട്ടോ. പിന്നെ മഴ കാരണം ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് തിരിച്ചു. തിരുവനന്തപുരത്തേക്ക് എത്തിയതിനു ശേഷം ഇതായിരുന്നു ആദ്യം കൊണ്ട് നോളി കിടന്ന് ഉറക്കമൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ ഞാൻ കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല മഴ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.